വയനാട് വെള്ളമുണ്ടയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി. പ്രതിയുടെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് ഈ കൊലപാതകം. പക്ഷേ കൊലപാതകം സംഭവിച്ചത് കൊന്ന് കഷ്ണങ്ങളാക്കി ഉപേക്ഷിക്കവേ അറസ്റ്റ് നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വിശദാംശങ്ങൾ. കമലുണ്ട് വിശദാംശങ്ങളുമായി. കമൽ, ഒരു കൊലപാതകം നടക്കുക, കൊന്ന് കഷ്ണങ്ങളാക്കുക, അത് പലയിടത്തായി ഉപേക്ഷിക്കുന്നതിനിടെ നാട്ടുകാർക്ക് തോന്നിയ സംശയത്തിനൊടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതെപ്പോൾ നടന്ന കൊലപാതകമാണ്? പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അനശ്വര, ഇന്ന് വൈകിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ പ്രതി മുഹമ്മദ് ആരിഫ് ഒരു ഓട്ടോറിക്ഷ വിളിക്കുന്നു. ഓട്ടോറിക്ഷയിൽ 2 ബാഗുകളുമായി കയറുന്നു. പോകുന്ന വഴിയിൽ കല്ലോടി മൂളിത്തോട് പാലത്തിൽ നിന്ന് ഒരു ബാഗ് താഴേക്ക് എറിയുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു ബാഗ് കൂടി ഉപേക്ഷിക്കുന്നു. ഇതിലെന്തോ ഒരു പന്തികേട് തോന്നിയ ഓട്ടോ ഡ്രൈവറാണ് വെള്ളമുണ്ട പോലീസിൽ വിവരം അറിയിക്കുന്നത്. പോലീസ് എത്തി ഈ മുഹമ്മദ് ആരിഫിനെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. പിന്നീട് മൂളിത്തോട് പാലത്തിന് സമീപത്തെ വാഴത്തോട്ടത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തു നിന്നുമായി 2 ബാഗുകളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. മുക്കീബ് എന്ന 25 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. ഇവർ 2 പേരും ഉത്തർപ്രദേശ് സ്വദേശികളാണ്. കുറച്ചുകാലമായി വെള്ളമുണ്ട പ്രദേശത്ത് താമസിച്ച് ജോലി ചെയ്യുകയാണ്. ഈ മുക്കീബിന് തന്റെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് ഈ കൊലപാതകം ചെയ്യാൻ മുഹമ്മദ് ആരിഫിനെ പ്രേരിപ്പിച്ചത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും നടുക്കത്തോടെയാണ് പ്രദേശവാസികൾ ഈ സംഭവം അറിയുന്നത്. എന്താണെങ്കിലും ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഓട്ടോ ഡ്രൈവറുടെ ജാഗ്രതയാണ് പ്രതി പെട്ടെന്ന് തന്നെ പിടിയിലാകാൻ ഇടയാക്കിയത്. എന്തായാലും ഇപ്പോൾ മുഹമ്മദ് ആരിഫ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അനശ്വര. കമൽ, ഈ കൊലപാതകം ഇന്ന് പകൽ നടന്നുവെന്നാണോ മനസ്സിലാക്കുന്നത്? അനശ്വര, ഇന്ന് പകലോ ഇന്ന് വൈകിട്ടോ തന്നെയാണ് കൊലപാതകം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ക്വാർട്ടേഴ്സിലാണ് പ്രതി താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ആണ് ഈ ബാഗുകളുമായി ഓട്ടോറിക്ഷയിൽ കയറിയത്. അതുകൊണ്ട് തന്നെ കൊലപാതകം നടത്തി അധികം സമയം കഴിയുന്നതിന് മുൻപ് തന്നെ ആകാം ഇത് ഉപേക്ഷിക്കാൻ പുറപ്പെട്ടത്, മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കാൻ പുറപ്പെട്ടത് എന്നാണ് കരുതുന്നത്. എന്തായാലും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതി അപ്പോൾ തന്നെ പിടിയിലായതുകൊണ്ട് തന്നെ പോലീസിന് മറ്റ് കാര്യങ്ങൾ ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ പ്രതിയെ ചോദ്യം ചെയ്യുക എന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇവർ 2 പേരും ഉത്തർപ്രദേശ് സ്വദേശികളാണ്. ഈ പ്രതിക്ക് 38 വയസ്സ് പ്രായമുണ്ട്. കൊല്ലപ്പെട്ട മുക്കീബിന് 25 വയസ്സ് പ്രായമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രദേശത്താകെ വലിയൊരു നടുക്കമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ എല്ലാ മേഖലകളിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി വന്ന് ജോലി ചെയ്യുന്നതാണ്. നെട്ടിയിൽ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് വലിയ ആശങ്കയാണുള്ളത്. ശരി, കമലാണ് വിശദാംശങ്ങൾ നൽകിയത്.